Hi all. Today we can study some questions from chapter 2 case-based questions. Case-based questions chapter 2-ലാണ് പഠിക്കുന്നത്. ഇതിൽ എളുപ്പമായിട്ടുള്ളതാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The below picture are few natural examples of parabolic shape which is represented by a quadratic polynomial. A parabolic arch is an arch in the shape of a parabola. ഇത് parabola ഷേപ്പിലാണ് വരുന്നത്. In structures, the curves represents an efficient method of load and so can be found in bridges and in architecture in variety of forms. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് in the standard form of quadratic equation ax square plus bx plus c a b and c are ഓപ്ഷനിൽ എ ബി ആൻഡ് സി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരാൻ നേരത്ത് എ ഒരിക്കലും 0 ആവാൻ പാടില്ല, ബിയും സിയും റിയൽ നമ്പേഴ്സ് അയച്ചാൽ മതി. എയും റിയൽ നമ്പറാണ്, ബിയും സിയും റിയൽ നമ്പറാണ്, പക്ഷേ എക്ക് ഒരിക്കലും എന്താവാൻ പറ്റില്ല, 0 ആവാൻ പറ്റില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു നോൺ 0 റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ഇഫ് ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ ഈക്വൽ where the discriminant d equal to b square minus 4ac. ഡിസ്ക്രിമിനൻ്റ് അല്ല, ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട്സ് ഈക്വൽ ആണെങ്കിൽ ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കണം, ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരും. ഇഫ് ആൽഫ ആൻഡ് 1 / ആൽഫ ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2x square minus x plus 8k ഫൈൻഡ് k. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ആൽഫ ബീറ്റയാണ് സാധാരണ നമ്മൾ എടുക്കാറ്. ഇവിടെ ആൽഫ ബീറ്റയ്ക്ക് പകരം ആൽഫയും 1 / ആൽഫയും ആണ് വന്നേക്കുന്നത്. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് 1 / ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഇവിടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1ഉം നെഗറ്റീവും കൂടി ചേരുമ്പോൾ പോസിറ്റീവ് 1/2 വന്നിട്ട്. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു 1 / ആൽഫ, ആൽഫ ഇൻറ്റു 1 / ആൽഫ എന്ന് പറയുമ്പോൾ സി ബൈ എ ആണ് എന്നത്. സി എന്ന് പറയുന്നത് 8k ഡിവൈഡഡ് ബൈ 2. 8ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4k. ഇനി നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. ആൽഫ ഇൻറ്റു 1 / ആൽഫ ഈക്വൽ ടു 4k. അപ്പോൾ ഈ ആൽഫയും ക്യാൻസൽ ആയി പോകില്ലേ. 1 ഈക്വൽ ടു 4k, 1 ഈക്വൽ ടു 4k എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 4 10ക്ക് മുമ്പ് ഡിവൈഡഡ് ബൈ 4 ആവും. അപ്പോൾ 1/4 ഈക്വൽ ടു k, അല്ലെങ്കിൽ k ഈക്വൽ ടു 1/4. ഓപ്ഷൻ ബി ആണ് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ദ ഗ്രാഫ് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. എച്ച് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0യുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വന്നത്? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന് 0, വൈക്ക് 0, അല്ലെങ്കിൽ എക്സിന് 1, വൈക്ക് 1, അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഗ്രാഫിൻ്റെ അകത്ത് പ്ലോട്ട് ചെയ്ത് വെച്ചാൽ മതി, പറയാൻ പറ്റും. അപ്പം ആദ്യത്തെ കണ്ടീഷൻ്റെ അകത്ത് y ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 1 എന്ന് കൊടുക്കുക. അപ്പം വൈക്ക് 0 കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ എക്സിന് 0 കൊടുത്ത് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് y എത്രയാണെന്ന് കിട്ടും. എക്സ് 0 ആകുമ്പോൾ y ഈസ് ഈക്വൽ ടു 0 + 1 എന്ന് വരും. 0 + 1 എന്ന് പറയുന്നത് ഏതാ തന്നെ 1 ആയിരിക്കും വന്നെ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ y 1 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് കൊടുക്കാം, ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 2² + 1 എന്ന് കിട്ടും. 2² + 1 എന്ന് പറയുമ്പോൾ 4 + 1 5 ആണെന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് വൈക്ക് 0 കൊടുത്ത് നോക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇഫ് y ഈസ് ഈക്വൽ ടു 0 then you will get h² + 1 ഈസ് ഈക്വൽ ടു 0, h² ഈസ് ഈക്വൽ ടു -1. അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൈക്ക് 0 കൊടുക്കണ്ട, വേണമെങ്കിൽ വൈക്ക് 1 കൊടുത്ത് നോക്കിയത്. വൈക്ക് 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും 1 ഈക്വൽ ടു h² + 1. +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -1 ആവും. 1 - 1 ഈസ് ഈക്വൽ ടു h². അപ്പോൾ h² 0 ആണെന്ന് കിട്ടും. അപ്പോൾ h 0 ആണെന്ന് കിട്ടും. അപ്പോൾ y 1 ആവാൻ നേരത്ത് h 0 ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്. ആദ്യത്തെ കണ്ടീഷനിൽ 1 2 3 ഇവിടെയും കൊടുക്കുക 1 2 3. എക്സ് 0 y 1 എന്ന് പറയുമ്പോൾ എക്സ് ആക്സസ് ഇല്ല, അപ്പോൾ ഇവിടെയാണ് വന്നത്. ഇനി അടുത്തത് വന്നിരിക്കുന്ന x2ൽ y5. x2 ആകുമ്പോൾ y5 എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കാം.
4 5 ഇങ്ങനെ അങ്ങ് വന്നോളൂ. ഇനി എക്സ് 0 ആകുമ്പോൾ y 1, എക്സ് 0 y 1 അത് നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒന്നും വരാനില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്തർ ടച്ച് നോർ ഇൻ്റർസെക്റ്റ് എക്സ് ആക്സിസ്, അതൊരിക്കലും എക്സ് ആക്സിസിനെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ വൈക്ക് നമ്മൾ -1 കൊടുത്ത് നോക്കാം. വൈക്ക് -1 കൊടുക്കുമ്പോൾ -1 ഈക്വൽ ടു എക്സ് സ്ക്വയർ +1 എന്ന് കിട്ടും. ഈ +1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -2 എന്ന് ആവശ്യം. പക്ഷെ -2 കൊടുത്താലും സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ട. എന്തായാലും ഇങ്ങനെയായിരിക്കും വന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വന്നത്. നെയ്തർ ടച്ചസ് നോർ ഇൻ്റർസെക്റ്റ് എക്സ് ആക്സിസ്. അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നുമില്ല, അതേ കൂടെയോട്ട് പോകുന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഇഫ് ദ സം ഓഫ് ദ റൂട്ട്സ് ഈസ് -p and the product of the roots is -1/p, then the quadratic equation. നമുക്കറിയാലോ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്, കെ ഇൻറ്റു എക്സ് സ്ക്വയർ അല്ല കെ ഇൻറ്റു ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് പ്രോഡക്റ്റ് സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ -p ഇൻറ്റു എക്സ്, പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ -1/p. ഇവിടെ മൈനസ് സോൾവ് ചെയ്യുമ്പോൾ കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് 1/p എന്ന് കിട്ടും. ഇങ്ങനെ പറഞ്ഞ ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. അതെ, ഓപ്ഷൻ സി എടുക്കണ്ട. കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് -1/p. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഓപ്ഷൻ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് an asana is a body posture originally and still a general term for sitting meditation pose and later extended in Hatha yoga and modern yoga as exercise to any type of pose or position, adding reclining, standing, inverted, twisting and balancing pose. In the figure, one can observe that poses can be related to the representation of quadratic polynomial. ഇവിടെ വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വന്നത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ് വെച്ചിരിക്കുന്നത്. നമുക്കിടെ ഇങ്ങനത്തെ ഷേപ്പ് ഇതൊക്കെ എന്ന് പറയുന്നത് പരാബോളയാണ്. ഷേപ്പ് ഓഫ് ദ പോസസ് എന്ന് പറയുന്നത് പരാബോളയാണ് തന്നിരിക്കുന്നത്. ഇനി ഒരു ഫിഗറിൽ തന്നെ അപ്പുറയും ഇപ്പുറയും വരുന്ന ഈ ഷേപ്പിന് പറയുന്നത് എലിപ്സ് എന്നാണ്. ഇനി ലീനിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും ലീനിയർ വരുന്നത്. ദ ഗ്രാഫ് ഓഫ് ദ പരാബോള ഓപ്പൺ ഡൗൺവേർഡ്. ഇപ്പം നമ്മൾ വരച്ച പരാബോളയിൽ താഴോട്ടേക്കാണ് തുറന്നിരിക്കണമെങ്കിൽ അതെന്ന് പറയുന്നത് <0 ആയിരിക്കും. എയുടെ വാല്യൂ <0 ആയിരിക്കും. ഇപ്പോൾ പരാബോള മുകളിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ അത് <0 ആയിരിക്കും. ഇനി ഇൻ ദ ഗ്രാഫ് ഹൗ മെനി സീറോസ് ആർ ദർ ഫോർ പോളിനോമിയൽ. ഈ പോളിനോമിയലിൽ എത്ര സീറോസ് ഉണ്ട്? ഇവിടെ എക്സ് ആക്സിസിനെ എത്ര വട്ടം ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ 2 വട്ടം ക്രോസ് ചെയ്യണേ. അപ്പോൾ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് സീറോസ്, 2 സീറോസ് ഏതൊക്കെയാണ്? ഒന്ന് -2ഉം ഒന്ന് +4ഉം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വന്നത്. ഇനി ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ ഇത് നമ്മൾ എന്ത് കൊടുക്കുക? ഈ ഫാക്ടറൈസേഷൻ ചെയ്യണേക്കാൾ എളുപ്പം നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല കൊടുക്കുമായിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു -b ± √b² - 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇതിൻ്റെ അകത്ത് -b എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഏതാണെന്ന് എഴുതുക. a 4√3, b എന്ന് പറയുന്നത് 5, c എന്ന് പറയുന്നത് -2√3. ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. -5 ± സ്ക്വയർ റൂട്ട് ഓഫ് 5² എന്ന് പറയുമ്പോൾ 25 -4 × 4√3 × -2√3 ഇത് സ്ക്വയർ റൂട്ടിൻ്റെ അകത്താണ് വന്നത് ഡിവൈഡഡ് ബൈ 2 × 4√3. ഇനി ഇത് സോൾവ് ചെയ്യാം. -5 ± സ്ക്വയർ റൂട്ട് ഓഫ് 25 പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 × 4 എന്ന് പറയുമ്പോൾ 16, 16 × 2 എന്ന് പറയുമ്പോൾ 32. അത് കഴിഞ്ഞിട്ട് ഇനി √3ഉം √3ഉം 2 √3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3 ആയിരിക്കും കിട്ടണത്. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 2 × 4 എന്ന് പറയുമ്പോൾ 8 √3. ഇനി 96 പ്ലസ് 25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 121. 121ൻ്റെ റൂട്ട് നമുക്ക് അറിയാലോ, അത് 11 ആണ്. അപ്പോൾ -5 ± √121 ഡിവൈഡഡ് ബൈ 8 √3.
അപ്പം -5 ± 11 ഡിവൈഡഡ് ബൈ 8√3. ഇനി നമുക്ക് എക്സിന് 2 വാല്യൂ ഉണ്ട്. എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് -5 + 11 ഡിവൈഡഡ് ബൈ 8√3യും പിന്നെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -5 - 11 ഡിവൈഡഡ് ബൈ 8√3. അപ്പം 11 - 5 ഇവിടെ ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. 11 - 5 എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 8√3 ഇൻ്റെ സിംപ്ലസ്റ്റ് ഫോം 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2√3. 2 ഇവിടെ വരുമ്പോൾ 4 വരും, കാരണം 2നെ നമ്മൾ 2 കൊണ്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പം 6 ഡിവൈഡഡ് ബൈ 2 3യും 8 ഡിവൈഡഡ് ബൈ 2 4. ഇനി ഇവിടെ വരുമ്പോൾ -5 - 11 രണ്ടും സെയിം സൈൻ ആണ് വന്നിരിക്കുന്നത്. സെയിം സൈൻ വരുമ്പോൾ ആഡ് ചെയ്യാം. അപ്പം -16 ഡിവൈഡഡ് ബൈ 8√3. ഇവിടെ നമുക്ക് 16ഉം 8ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. 16ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ -2/√3 എന്ന് കിട്ടും. അപ്പം ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ ഒരു 0 എന്ന് പറയുന്നത് -2√3യും പിന്നത്തേന്ന് പറയുന്നത് 3/4√3. പക്ഷെ 3/4√3 എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. അപ്പം നമ്മൾ ഡിനോമിനേറ്ററിൽ റാഷണലൈസ് ചെയ്യുക, √3 വരാത്ത രീതിയിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് വരുമ്പോൾ 3√3 ഡിവൈഡഡ് ബൈ √3 × √3 3, 4 × 3 12. ഇനി നമ്മൾ 3ഉം 12ഉം ക്യാൻസൽ ചെയ്യണം. അപ്പോൾ √3/4. അതേത് ഓപ്ഷനാണ് വന്നത്? ഓപ്ഷൻ ബി ആണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ √3 ഡിനോമിനേറ്ററിൽ വരിക, റൂട്ട് ഡിനോമിനേറ്ററിൽ വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ റാഷണലൈസ് ചെയ്തോളണം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, basketball and saucer are played with a spherical ball. Even though an athlete triples the ball in both sports, a basket player uses his hands and a saucer player uses his feet. ഒരാൾ കൈ ഉപയോഗിക്കും, ഒരാൾ കാൽ ഉപയോഗിക്കും. യൂഷ്വലി സോസർ ഈസ് പ്ലേസ്ഡ് ഔട്ട്ഡോർ ഓൺ എ ലാർജ് ഫീൽഡ്. പക്ഷെ ബാസ്കറ്റ് ബോൾ എന്തായിരിക്കും തന്നെ ഇൻഡോർ കോർട്ടിലായിരിക്കും വരുന്നത്, മെയ്ഡ് ഓഫ് വുഡ്. The projectile of saucer, ball and baskets are in the form of a parabola representing quadratic equation. പരാബോള ഷേപ്പിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പോലെയാണ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഷേപ്പ് ഓഫ് ദ പാത്ത് എപ്പോഴും എങ്ങനെയായിരിക്കും വരുന്നത്? പരാബോള ഷേപ്പിലായിരിക്കും വരുന്നത്. ഇനി ഗ്രാഫ് ഓഫ് ദ പാത്ത് ഓപ്പൺ അപ്വേർഡ്, മുകളിലേക്ക് ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും തന്നെ? a > 0 ആയിരിക്കും വരുന്നത്. പിന്നെ ഈ ഗ്രാഫിൻ്റെ അകത്ത് എത്ര ഇതുണ്ടെന്ന് നോക്കിയേക്ക്. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ. ഇതിൻ്റെ അകത്ത് എത്ര സീറോസ് ഉണ്ട്? എക്സ് ആക്സിസിനെ എത്ര വട്ടം കട്ട് ചെയ്യുന്നു എന്ന് നോക്കും. 1 2 3 ടൈംസ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. പിന്നെ ഇത് ഏതൊക്കെ പോയിന്റിൽ വെച്ചാണ് കട്ട് ചെയ്യണേന്ന് നോക്കാം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ ഇത് 1, ഇത് 2, ഇത് 3, ഇത് -1, ഇത് -2, ഇത് -3. അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് -3, -1, 2. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും വന്നത്. അപ്പോൾ 3 സീറോസ് ഉണ്ടെങ്കിൽ ഇത് ക്യൂബിക് ആയിരിക്കും. ക്യൂബിക് നമുക്ക് എക്സാമിന് പഠിക്കാനില്ല, അത് ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പം അത് ചെയ്യണ്ട. 5th ഓപ്ഷൻ എ ആണ് വന്നത്. എക്സ്പ്രഷൻ ഫോർ ദ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ചാപ്റ്റർ 2ലെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്റർ 3ലാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ ചാപ്റ്റർ 3 ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.